സായിക്കുട്ടിയാ അയൻ ചെയ്തോ? അയൻ ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തായോ? ടോപ്പ് താടാ, ഷാളല്ല ഫസ്റ്റ്. താങ്ക് യു. വൃത്തിയായിരുന്നോ? അയൺ ബോക്സ് എടുത്തു വെച്ചോട്ടോ. അപ്പം നമ്മളെ സായിക്കുട്ടി അയൺ ചെയ്തെന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഈ ചുരിദാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നോട് അന്ന് കൊച്ചിക്ക് പോകുമ്പോൾ എൻ്റെ ചുരിദാർ ഇട്ട് പോയിരുന്നു കേട്ടോ. അപ്പോൾ ആൾ കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിയിൽ നിന്ന് വന്നപ്പോഴേ ആൾ ഈ ചുരിദാർ ഇട്ടിട്ടാണ് തിരിച്ച് വന്നിരുന്നത്. എന്നിട്ട് ഇതിവിടെ അലക്കിയിട്ടോടെ ഇട്ട് പോയി. അപ്പോൾ ഞാൻ അവൾക്ക് കുറച്ച് ടൈറ്റാക്കി കൊടുത്തിരുന്നു ചുരിദാർ. അപ്പോൾ ഞാൻ അത് ടൈറ്റാക്കിയതൊക്കെ തുന്നയിച്ചിട്ട് ഞാനിത് എനിക്കങ്ങോട്ട് പാകമാക്കി. നല്ല കോട്ടൻ്റെ ചുരിദാറാണ് കേട്ടോ. മറ്റേ എന്താ പറയുക, നമ്മൾ ഈ ഓഫീസ് വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. നമുക്കിങ്ങനെ ദിവസവും ചുരിദാറൊക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടാവില്ല, അവർക്കൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ചുരിദാറാണ്, കുഴപ്പമില്ല. പക്ഷെ കഴുകിയപ്പോൾ ഇതിൻ്റെ പാൻറ്റ് ഒന്നും ഇങ്ങോട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഇത് എനിക്ക് വാങ്ങിച്ച സമയത്ത് കുറച്ച് ലൂസായിരുന്നു. കഴുകിയപ്പോൾ ഒന്നും ഇങ്ങോട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സൈസ് കൂടുതൽ വാങ്ങിച്ചോളും, അതായിരിക്കും നല്ലത് അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ചായ കുടിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ ആദ്യം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വരല്ലേ സായിക്കുട്ടിയെ? ഇവൻ്റെ മുടി കണ്ടോ? ഇവനെ ഒന്ന് ബാർബർ ഷോപ്പിൽ കയറണം. ഇവനെ വന്നേ സായിക്കുട്ടിയെ കണ്ടോ? ഇവൻ്റെ മുടി കണ്ടോ? എന്താണ് ഗൈസ് നിങ്ങളെ അഭിപ്രായം? ഇവന് പറയണത് ഇനി സ്കൂൾ തുറക്കുമ്പോഴേ മുടി ഞാൻ വെട്ടാൻ സമയക്കുള്ളൂ എന്നാണ് പറയണത്. എനിക്കാണെങ്കിൽ ഇവൻ്റെ മുടി എന്തായാലും കണ്ടിട്ട് തലക്ക് പ്രാന്തം പിടിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും അഭിപ്രായം പറയുള്ളൂ. അപ്പോൾ സായിക്കുട്ടി എടാ എല്ലാവരും മുടി വെട്ടാൻ പറയുകയാണെങ്കിൽ വെട്ടണം കേട്ടോ. ഓക്കെ, സമ്മതല്ലേ? ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകാൻ കേട്ടോ. ഇപ്പോൾ സായിക്കുട്ടി കിച്ചണിൽ അത്യാവശ്യം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അവന് പഠിച്ചും കൊണ്ടിരിക്കുന്നു. ഇനി എല്ലാവരും കൂടെ ഞാൻ കുട്ടീനെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണോ എന്നൊന്നും ചോദിച്ച് വരണ്ട കേട്ടോ. അവന് വലുതാവുമ്പോൾ അവൻ്റെ പാർട്ട്ണറിനെ ഹെൽപ്പ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി അവനക്ക് ഇപ്പം തന്നെ കൊടുക്കുന്ന ഒരു പ്രാക്ടീസ് തന്നെയാണ്. ഇന്നേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞാനിന്ന് രാവിലെ നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാവ് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നത്. തിളച്ച വെള്ളത്തേക്ക് പൊടിയിട്ടപ്പോൾ മനസ്സിലായത് നൂൽപുട്ട് അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പം ഞാനിനി അത് മറിക്ക് എൻ്റെ മറയുന്ന കുഞ്ഞേ. പക്ഷെ അപ്പോഴേക്കും ആ മാവ് കുറച്ച് ലൂസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പത്തിരി ഉണ്ടാക്കാൻ പറ്റില്ല. എന്ത് ചെയ്യും റബ്ബേ എന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഞാൻ ആ മറ്റേ പൊടിയിട്ട് കുഴച്ച ആ വെന്ത മാവുണ്ടല്ലോ, അതൊക്കെ വളരെ മിക്സിക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഒരൊറ്റ മിക്സിയിലടിച്ചു. എന്നിട്ട് അതുകൊണ്ട് നല്ല ചീനച്ചട്ടിയിൽ ഒഴിച്ചിട്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടി പിടിച്ചിട്ട് ഏകദേശം ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ദോശ. ഏകദേശം ഓക്കെ ആണ്, കുഴപ്പമില്ല. പിന്നെ ഞാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ വലിയൊരു സാമ്പാർ വെക്കും എന്നിട്ടത് കുറേ എടുത്ത് വെക്കുമെന്ന്. ഇത് നമ്മളെ രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ. ഒന്നാമത്തെ പാർട്ട് സാമ്പാർ കഴിഞ്ഞു, ഇത് രണ്ടാമത്തെ പാർട്ടാണ്. ഇനി ഒരു പാർട്ടും കൂടി ഇരിക്കുന്നുണ്ട്. ഈ ഒരു സാമ്പാർ എനിക്ക് ഇന്നും പോകും നാളെയും പോകും. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ കോക്കനട്ട് ബണ്ണാണ്. ഇത് കണ്ടോ, നമ്മൾ ശരിക്കും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ കോക്കനട്ട് ബണ്ണാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് ഇത് ഇന്നലെ രാത്രി ഉണ്ടാക്കിയ കോക്കനട്ട് ബണ്ണാണെന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഞാൻ ഉണ്ടാക്കി എന്നുള്ള റെസിപ്പിയൊക്കെ നിങ്ങൾ കണ്ടിട്ട് വേഗം വരും കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഈ ചായ ഒന്ന് കുടിച്ച് സെറ്റ് ആവട്ടെ. അപ്പോൾ നമുക്ക് കോക്കനട്ട് ബണ്ണ് ഉണ്ടാക്കാം. കോക്കനട്ട് ബണ്ണ് ഉണ്ടാക്കാൻ ആദ്യം നമ്മൾ ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പാലിലാണ് ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. പാല് കൂട്ടിയിട്ടാണ്, ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ പാല് കൂട്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ മാവ് കുഴക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ഇളം ചൂടുള്ള പാലെടുക്കുക. അതായത് ഈ പാലിലേക്ക് നമ്മൾ ഈസ്റ്റും പഞ്ചസാര ഇടണം, ഇങ്ങനെ ഈസ്റ്റ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിങ്ങനെ ബ്ലഡിൻ്റെ ചൂട് എന്നാണ് ആ ഒരു ചൂടിന് പറയുക. അതായത് ഒരു ഇളം ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് ചത്തു പോകും, അപ്പോൾ അത് പൊങ്ങി വരില്ല. അപ്പോൾ പാലിൻ്റെ ചൂട് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഒന്ന് കൈയിട്ട് നോക്കിയാൽ മതി ഇപ്പോൾ ചൂടുണ്ടോ എന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ മേൽപ്പറഞ്ഞ ചൂടുള്ള പാലില്ലേ പഞ്ചസാരയും ഈസ്റ്റും ഇട്ടിട്ട് നമ്മളിങ്ങനെ പൊങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കാം കേട്ടോ. നമ്മൾ ഈസ്റ്റ് എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. നമ്മൾ ഈസ്റ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച ഈസ്റ്റ് ആണെങ്കിൽ അത് കുറേ കാലം കേടാവാതിരിക്കും. കണ്ടോ, നമ്മൾ ഈസ്റ്റ് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത പരിപാടി നമുക്ക് മൈദ കുഴക്കാം കേട്ടോ. ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമുക്ക് അതൊന്ന് രണ്ടും പാടെ എല്ലാം ഉപ്പെല്ലാ ഭാഗത്തേക്കൊന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് അരിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാല് ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം.
ലാസ്റ്റ് നമ്മൾ ബട്ടർ ചേർത്തിട്ട് ഒന്നുകൂടി കൊടുക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ നമ്മൾ ശരിക്കും കുക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ബട്ടറല്ല, ഞാൻ കഴിക്കുന്ന ബട്ടറാണുള്ളത്. എന്താണെങ്കിലും എൻ്റെ കയ്യിലുള്ള ബട്ടർ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ട് അടച്ചു വെക്കാം കേട്ടോ. ഇനി ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ കുഴച്ച് വെച്ച മാവിനെ കാട്ടിക്കും ഡബിൾ ആവണം, അതാണ് കണക്ക്. അപ്പോൾ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിലേ നമുക്ക് കോക്കനട്ട് ബൺ ഉണ്ടാക്കാൻ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ല് ചെയ്യാനുള്ള തേങ്ങയും ബാക്കി സാധനങ്ങളൊക്കെ സെറ്റാക്കി കൊണ്ടുവരാം. ഞാനിവിടെ തേങ്ങ ചിലവല്ല ചെയ്തിരിക്കുന്നത്. തേങ്ങ ഞാൻ ഇങ്ങനെ കഷ്ണാക്കിയിട്ട് മിക്സിയിലിട്ടൊന്നിട്ട് പൊടിച്ചിട്ട് ആ തേങ്ങയും പിന്നെ അതിലേക്ക് ഇച്ചിരി കടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാഷ്യൂനട്ടും പിന്നെ കിസ്മിസും പഞ്ചസാരയും ആണ് ചേർത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കോക്കനട്ട് ബൺ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ വീട്ടിൽ നമ്മളിങ്ങനെ കോക്കനട്ട് ബൺ പുറത്തൊക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി നോക്കി വെക്കാം, നമുക്ക് നോക്കി ഇത് സക്സസ് ആവുമെന്ന് നോക്കി വെക്കാം കേട്ടോ. ഈ തേങ്ങയിലേ ഞാൻ കുറച്ച് ഏലക്ക കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ഫ്ലേവറിന്. അപ്പോഴിതാ നമ്മുടെ തേങ്ങൻ്റെ കൂട്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാവ് കുറച്ചും തേങ്ങ കൂടുതലും ആവുമെന്നാവോ. ഇനിയിപ്പോൾ ഇത് ബാക്കി വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും സാധനം ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിനി നമ്മളെ മാവ് പൊങ്ങി വന്ന് നോക്കി വെക്കാം കേട്ടോ. അപ്പോഴിതാ നമ്മൾ മാവ് നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവനെ കുഴച്ചിട്ട് 2 ബോളാക്കി വെക്കണം. ഇനി നമുക്ക് ഈ മാവ് എടുത്തിട്ട് 2 പാർട്ടാക്കണം കേട്ടോ. ഇത് വല്ലാണ്ടിട്ട് കുഴക്കൊന്നും ചെയ്യണ്ടേ. നമ്മൾ 2 പാർട്ടാക്കിയിട്ട് നമ്മൾ ആദ്യം ഒരു കേക്ക് ടിൻ ഉണ്ടാവില്ലേ, അതെടുത്തിട്ട് നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം കേട്ടോ. നിങ്ങളെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. നമ്മളെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാർട്ട് ഇതാ നല്ലപോലെ ലെയറാക്കിയിട്ട് പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. കോക്കനട്ട് ബണ്ണല്ല ഉണ്ടാക്കുന്നത്, അപ്പോൾ കോക്കനട്ട് കുറച്ച് കുറേ ഉണ്ടായിക്കോട്ടെ. സാധാരണ നമ്മൾ ഈ കോക്കനട്ട് ബണ്ണ് പുറത്തുനിന്ന് വാങ്ങിക്കൂലേ, അതിൽ ആവശ്യത്തിന് തേങ്ങ ഉണ്ടാവാറില്ല. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന കോക്കനട്ട് ബണ്ണിൽ തേങ്ങയായിരിക്കും കൂടുതലുണ്ടാവുക. ഇനി നമുക്ക് അടുത്ത ഈ മാവുണ്ടല്ലോ, ഇതിൻ്റെ മുകളിലേക്ക് ഇത് നല്ലവണ്ണം പരത്തിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അയ്യോ, ഇനി നമ്മളിതിപ്പോൾ തന്നെ ബേക്ക് ചെയ്യാൻ വെക്കുന്നില്ല കേട്ടോ. ഇനി ഇതൊരു 10 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ നമുക്ക് വെക്കാം കേട്ടോ. 10 മിനിറ്റ്, ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ബണ്ണേ ബേക്ക് ചെയ്യാൻ പോകുന്നതിൻ്റെ മുമ്പ് ഒരു 10 മിനിറ്റ് നമുക്ക് OTG ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോഴിതാ നമ്മളെ ഈ മാവ് നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ OTG 10 മിനിറ്റ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യലും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് OTGയിൽ വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെ കേക്കിൻ്റെ പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് മിൽക്ക് വാഷ് ചെയ്ത് കൊടുത്തു കേട്ടോ. നമുക്ക് എഗ് വാഷ് വേണമെങ്കിൽ ചെയ്യാം, മിൽക്ക് വാഷ് വേണമെങ്കിലും ചെയ്യാം. എഗ്ഗ് നമുക്ക് വലിയ സുഖമായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാനിത് മിൽക്ക് വാഷ് ചെയ്തിട്ട് വീണ്ടും ഒരു 10 മിനിറ്റും കൂടി 10-20 മിനിറ്റും കൂടെ വീണ്ടും ഞാനിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂർ എടുത്തു കേട്ടോ നമ്മുടെ ഈ ബണ്ണൊന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. സെറ്റായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്, നല്ല കാപ്പി കളറിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇടയ്ക്കൊന്ന് മിൽക്ക് വാഷ് ചെയ്ത് കൊടുത്ത കാരണം കൊണ്ട് അതിൻ്റെ മുകളിലും ഹാർഡാവാതെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെ സ്ഥിരം സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി കോക്കനട്ട് ബണ്ണൊന്ന് മുറിച്ച് നോക്കി വെക്കാം. നന്നായി വന്നാൽ മതിയായിരുന്നു. നന്നായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇനി കോക്കനട്ട് ബണ്ണ് ഉണ്ടാക്കും. ഇതിന് ശരിക്കും ഇതിൻ്റെ ഒരു മണം നമ്മൾ ശരിക്കും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന കോക്കനട്ട് ബണ്ണ് പോലെ തന്നെ അല്ലേ. ശരിക്കും ഒരു മണം കറക്റ്റാണ് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒരുപാട് ടേസ്റ്റാണ്. തണുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഇപ്പം നമ്മൾക്ക് ഈ ബണ്ണിൻ്റെ അടുത്ത് മധുരം ഫീൽ ചെയ്യണില്ല, പക്ഷെ തണുത്ത് കഴിഞ്ഞാൽ ഇതിന് മധുരം ഫീൽ ചെയ്യും. പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോഴേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. ഞാൻ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ ഇവർ ചോദിക്കാതെ നിന്നോടൊക്കെ താഴേക്ക് കാണാറേ ഇല്ലല്ലോ എന്ന്. എന്താണെന്നറിയില്ല, ഞാൻ ഓരോ ജോലിയും കാര്യങ്ങളുമായിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങാറില്ല. ഞാൻ കുറേ ദിവസമായി സായിക്കുട്ടി അല്ലാത്തൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവരൊക്കെ കണ്ട് വർത്തമാനം പറഞ്ഞ് ചിരിക്കുകയൊക്കെ ചെയ്തപ്പോഴേ ഭയങ്കര സമാധാനം. നമ്മളൊരു മനുഷ്യന്മാരാകുമ്പോൾ വേറെ മനുഷ്യന്മാരെ കാണണം എന്നുള്ളത് പറയണതൊരു സത്യമായ കാര്യമാണ് കേട്ടോ. ഞാനിത് അവരൊക്കെ കുറച്ച് നേരം കണ്ട് ഇരുന്ന് സംസാരിച്ച് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി പുറത്തത്തെ കാറ്റൊക്കെ ഒന്ന് കൊണ്ടപ്പോഴേ മനസ്സിനും ശരീരത്തിനുമൊക്കെ ഭയങ്കര ഒരു ആശ്വാസവും സുഖമൊക്കെ തോന്നിയ പോലെയുണ്ട്. ജിമ്മിന് പോകണമെന്ന് വിചാരിച്ചിട്ട് അതങ്ങോട്ട് നടക്കുന്നുമില്ല. മൊത്തത്തിൽ ആകെ ലൈഫിൻ്റെ ഒരു താളം തെറ്റി കിടക്കുന്ന ഒരു അവസ്ഥ പോലെയാണ്.
എന്നെല്ലാതും ഇനി ശരിയാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി എന്തായാലും ഞാൻ ഇനി എന്നും വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങുന്നൊക്കെ ഇപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മുമ്പ് ഇങ്ങോട്ട് ചോദിച്ചില്ലേ സായിക്കുട്ടി മുടി വെട്ടിക്കണ്ടേന്ന്. അത് എനിക്ക് കണ്ടിട്ട് ആകെ തലക്ക് ഭ്രാന്ത് പിടിച്ചിട്ടേ ഞാൻ അവൻ്റെ മുടിൻ്റെ ചെവിൻ്റെ സൈഡൊക്കെ ഒന്ന് വെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് ഓനെ പിടിച്ചിരുത്തിക്കാൻ കേട്ടോ. ആൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ എൻ്റെ താല്പര്യത്തിന് നിൽക്കല്ലാതെ ഓനക്ക് നിവർത്തില്ലാത്തതുകൊണ്ടാണ് ആളിരിക്കുന്നത്. ഇത് അങ്ങനെ ഇങ്ങനെ കേട് വരില്ല. ഞാനേ ഇവിടെ കുഴിഞ്ഞു നിൽക്ക്. രസമായിട്ടില്ലേ ഈ സൈഡ്? അങ്ങനെ സായിക്കുട്ടർ മുടി ഞാൻ 2 സൈഡ് ഷേപ്പാക്കി കൊടുത്തേക്കാം. അടിപൊളിയായിട്ടില്ലേ? ഓനക്ക് വലിയ പറ്റിയിടൊന്നുമില്ല. ഓനക്ക് സ്കൂൾ തുറക്കണവരെ ഇങ്ങോട്ട് വാ എൻ്റെ പിന്നാമ്പുറത്തിൽ വെട്ടാനുണ്ട്. സ്കൂൾ തുറക്കണവരെ മുടി വെട്ടാൻ പാട്ടത്രേ. 2 സൈഡിൽ മുടി നീണ്ടിട്ട് ആകെ ബോറായിരുന്നു. അപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇക്ക് പൈസ തായോ? ഓന് കരഞ്ഞു കൊണ്ട് നിൽക്കുക. വായോ ബാക്ക് സൈഡിലൂടെ ശരിയാക്കാണ്ട്. പിന്നൊക്കെ തിരി. നീ ഇങ്ങോട്ട് തിരിയാ ചങ്ങായി. പിന്നൊക്കെ തിരി. ഒരു വെട്ടിയും കൊടുത്തിട്ടുണ്ട്. ഈ കത്രിക ഞാൻ തുണി വെട്ടാൻ ഉപയോഗിക്കുന്ന കത്രികയാണ് കേട്ടോ. ആൾക്ക് വലിയ തീരെ പറ്റിയിട്ടില്ല. പക്ഷെ മുടി ഒന്ന് ഷെയ്പ്പാക്കാൻ നമ്മൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ എൻ്റെ ഫേസ് റൈസർ ഉപയോഗിച്ചിട്ട് പിന്നെ നമ്മൾ ആ മുടിയുടെ ബാക്ക് സൈഡ് ഒക്കെ ഒന്ന് വെട്ടി ഒതുക്കി വൃത്തിയാക്കി. എന്തായാലും എനിക്ക് നല്ല സമാധാനം കിട്ടിയിട്ടുണ്ടോ എൻ്റെ മുടി വെട്ടിയപ്പോൾ. അങ്ങനെ നമ്മുടെ സായിക്കുട്ടർ മുടി വെട്ടൽ ഞാൻ ഏകദേശം കുറച്ചും കൂടി ഒരു കലാവിരുദ്ധൻ്റെ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സമ്മതിക്കില്ല. എടാ നീ ചെറിയ കുട്ടിയാകുമ്പോഴേ എൻ്റെ മുടി ഞാനാണ് വെട്ടിയിരുന്നത്. എനിക്കറിയോ? നമ്മൾ പണ്ട് ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ പഠിച്ച് മുടി വെട്ടാനൊക്കെ പഠിച്ച് സെറ്റപ്പ് ആയിരുന്നായിരുന്നു. ആകതൊന്നും ഓനക്കറിയാമല്ലോ. ഓനതൊന്നും കിട്ടുന്നില്ല. ഓ ഭയങ്കര ചൂട്. ഓനക്ക് മുടി വെട്ടിയത് പറ്റില്ല പറഞ്ഞിട്ടാണ് കരഞ്ഞു വിളിച്ച് പോയാൽ മതി. ഈ നിലത്തൊക്കെ ഓടി നടന്ന് മുടി വെട്ടിയ മുടികളാണ് കിടക്കുന്നത്. ഇതൊക്കെ പോലെ അടിച്ചു വാരി വൃത്തിയാക്കണ്ടപ്പോൾ എൻ്റെ ഡ്യൂട്ടിയാണ്. എൻ്റെ രാത്രി ഡിന്നറാണ് കേട്ടോ. ഞാനൊന്നും കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ്. ഇത് ശരിക്കും എയർ ഫ്രയറിൻ്റെ ഉള്ളിൽ ഞാൻ ചിക്കനും സവാളൊക്കെ ഇട്ട് ഒരു സംഭവം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് കുറച്ച് സവാള മാത്രമേ ഇതിൽ ബാക്കിയുള്ളൂ. സവാള ഇച്ചിരി ചിക്കൻ കഷ്ണം, ബാക്കി ചിക്കനൊക്കെ ചിക്കൻ കഴിച്ചിരിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് നെയ്ച്ചോറുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കാണിച്ചിടാം. ആ നെയ്ച്ചോറും കൂടി ഇങ്ങനെ ഇട്ടിട്ട് നമ്മളെ ചോറും കിട്ടും ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഓ അടിപൊളി. നല്ല വറുത്ത ഉള്ളി ഒക്കെ ഉണ്ട് കണ്ടോ. ഞാനിതിങ്ങനെ കുഴക്കണം എന്നിട്ട് ഇവിടെ ഒരാൾക്ക് കോതി കൂടിയിട്ട് ഉരുളക്ക് വേണ്ടി വന്നിട്ട് മുന്തിരിങ്ങ. ഓ ഇതിപ്പോ ഇതൊക്കെ മിക്സ് ചെയ്ത് കഴിക്കണത് അതിന്റെ രസം. ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിക്കണാടാ രസം. എന്തൊരു കഷ്ടമാണ്. അടുത്തേക്ക് വാ. ഞാൻ നേരത്തെ മുടി വെട്ടിയപ്പോഴേ മൂപ്പർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കണ്ടോ ഈ മുടി, അതായത് ഈ മുടി ഞാൻ അത്രയും പറഞ്ഞിട്ടുള്ളൂ. ഈ ചെവിൻ്റെ താഴത്തേക്ക് ഇങ്ങനെ മുടി ഇങ്ങനെ നമ്മൾ നേരത്തെ രാവിലത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നില്ലേ, ചെവിൻ്റെ ഇവിടെ കുക്ക് മുടി ഉണ്ടായിരുന്നില്ലേ. ഇപ്പം ആ മുടി ഇങ്ങനെ വെട്ടിയപ്പോൾ ഒരു വൃത്തിയില്ലേ. ഇത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിന് ഓന് കരഞ്ഞിട്ട് ഇപ്പം ഞാൻ എന്നും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് സായിക്കുട്ടിക്ക് നല്ല ഈത്തപ്പഴം പാലൊക്കെ ഇട്ട് ജ്യൂസ് കുടിക്കും. നമ്മൾ വെക്കേഷൻ കഴിയുന്നതിൻ്റെ മുമ്പ് സായിക്കുട്ടൊന്ന് തടിപ്പിച്ചെടുക്കണം. അതാണ് എൻ്റെ ദൗത്യം. ഓക്കെ. നമ്മൾ ഈത്തപ്പഴം ഒരു വൈകുന്നേരം വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. ഇതിൻ്റെ കുരു ഒക്കെ ഒന്ന് കളയട്ടെ. നമ്മൾ ആദ്യം ഈത്തപ്പഴം ഇങ്ങനെ ഒഴിച്ച് വെച്ചിരുന്ന് വെള്ളം ചേർക്കാം. പിന്നെ നമുക്ക് ഈ ഗുഡ് ലൈഫിൻ്റെ ഇത് നല്ല ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുത്ത പാലാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. സായിക്കുട്ടി രാത്രി ജ്യൂസ് അടിക്കാൻ വേണ്ടി മാത്രം ഐസ് ക്യൂബ് ഉണ്ടാക്കി വെച്ചതാ. ഐസ് സായിക്കുട്ടി വക 2 ഐസും. 2 മതി, കുറേ എണ്ണം വേണ്ട. 2 മതി കുഞ്ഞേ. 3 ഐസ് ഉണ്ട്. ഇനി നാളത്തേക്ക് ഐസ് വേണമെങ്കിൽ ഇത് ഇപ്പം തന്നെ നിറച്ച് വെച്ചോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്നേ ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ സായിക്കുട്ടിക്ക് മാത്രമല്ല ഞാനും കുടിക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ ഇവനൊക്കെ നോക്കാനുള്ള ആരോഗ്യം എനിക്കും വേണ്ടേ. അപ്പം ഞാനും കുടിക്കാറുണ്ട് ഡേറ്റിൻ്റെ ജ്യൂസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷം എത്രയാണ് കേട്ടോ. നമുക്ക് അടുത്ത വിശേഷവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. നടന്നോളൂ, ഷോപ്പിൽ പോയിട്ട് കുടിക്കാം പോരെ.
നോക്കാം. ഇതേ ടേസ്റ്റ് ഉണ്ടല്ലേ? ഒറ്റടി കൊണ്ട് കുളിച്ചു ലാസ്റ്റത്തെ ഈത്തപ്പഴം കൊട്ടി കൊട്ടി കഴിക്കണതാ.